വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുന്നു. മൂന്നോമിൻ്റെ ദിവസങ്ങളിൽ ഈ വിശുദ്ധ ദേവാലയത്തിൽ നാം കടന്നു വന്നു ആരാധിക്കുകയാണ്. യഥാർത്ഥമായ വിശ്വാസം, അനുതാപം, രൂപാന്തരം നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കട്ടെ. സഭയുടെ ആരാധനാക്രമത്തിൽ നിന്ന് ഒരു വാക്യമാണ് ഇന്ന് ആമുഖമായി നിങ്ങളുടെ ധ്യാനത്തിനായി സമർപ്പിക്കുന്നത്. 3 നോമ്പിൻ്റെ ചൊവ്വാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥനാഭാഗം. പ്രഭുക്കന്മാർ അവനെ കേട്ടു, അവരുടെ കിരീടങ്ങൾ വലിച്ചെറിഞ്ഞ് താഴ്മപ്പെട്ടു. സ്വതന്ത്രന്മാർ കേട്ടു പരിഭ്രമിച്ചു. അവരുടെ ആഡംബര വസ്ത്രങ്ങൾക്കു പകരം ചാക്ക് ഉടുത്തു. യോനായുടെ നിനിവേക്കുള്ള പ്രവേശത്തിനു ശേഷം ഉണ്ടായ സംഭവങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ ഭാഗത്തിലേക്ക് കൂടുതലായി കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന 7 കാര്യങ്ങൾ നിങ്ങളുടെ ധ്യാനത്തിനായി സമർപ്പിക്കുകയാണ്. ഉപവാസവും പ്രാർത്ഥനയും നോമ്പനുഷ്ഠാനങ്ങളും നമ്മെ ഏതെല്ലാം രീതിയിൽ സഹായിക്കുന്നുവെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. 1, നഷ്ടപ്പെട്ടുപോയ ഊർജം വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്നു. To regather the dissipated energy. നമ്മളിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ഊർജം വീണ്ടെടുക്കുന്നതിനാണ് ധ്യാനവും ഉപവാസവും നോമ്പനുഷ്ഠാനങ്ങളും. 2, ജീവിതത്തിൻ്റെ താളം, ക്രമം നിലനിർത്തുന്നതിനാണ് നോമ്പനുഷ്ഠാനങ്ങളും യാമപ്രാർത്ഥനകളും ധ്യാനവും ഒക്കെ എന്ന് പിതാക്കന്മാർ പറയുന്നു. To sustain the harmony of life. പല രീതിയിൽ താളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ക്രമം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ താളം, സമനില വീണ്ടെടുക്കുന്നതിനായിട്ടാണ് നോമ്പനുഷ്ഠാനങ്ങളും ധ്യാനവുമൊക്കെ. 3, ദുഷ്ടശക്തികളെ തോൽപ്പിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. We get the power to defeat evil forces. പൈശാചിക ശക്തികൾ, ദുഷ്ടശക്തികൾ നമ്മെ തോൽപ്പിക്കുവാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. പിശാച് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മെ പരാജയപ്പെടുത്താൻ, നമ്മെ തോൽപ്പിക്കാൻ, കെണിയിലകപ്പെടുത്താൻ, പ്രലോഭനങ്ങളിലകപ്പെടുത്താൻ. ഊർജസ്വലമായി ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിശാച്. ദുഷ്ടശക്തികളെ ഓടിക്കുവാൻ, പൈശാചിക ശക്തികളെ അകറ്റുവാൻ നോമ്പനുഷ്ഠാനങ്ങളും യാമപ്രാർത്ഥനകളും ധ്യാനവും നമ്മെ സഹായിക്കുന്നു. 4, സ്വാർത്ഥത, അസൂയ,
അശുദ്ധി, അനീതി ഇവ നമ്മിൽ നിന്ന് അകറ്റാനുള്ള ശക്തി ലഭിക്കും. ഹെൽപ്പ് ടു റിമൂവ് സെൽഫിഷ്നെസ്, ജലസി, ഇമ്മൊറാലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ്. നമ്മിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ തിന്മയുടെ ശക്തികളെ, സ്വാർത്ഥത, അസൂയ, അശുദ്ധി, അനീതി ഇവയൊക്കെ മാറ്റി നിർമ്മലീകരിക്കുവാൻ നമ്മെ നോമ്പനുഷ്ഠാനങ്ങൾ സഹായിക്കുന്നു. 5, നോമ്പും ആരാധനയും കുറ്റവാസന ഇല്ലാതാക്കുന്നു. ലെൻറ്റ് ആൻഡ് വർഷിപ്പ് അറസ്റ്റ് ക്രൈം. നമ്മിലൊക്കെ കുറ്റവാസനകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് സിംഗിൾ പേരൻ്റ് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ വ്യവസ്ഥയെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പലരും പ്രോബ്ലം ചിൽഡ്രനായിട്ട് മാറുന്നു. കുറ്റവാസന അവരിലുണ്ടാകും. നമ്മൾ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ പൊതുവെ കുറ്റവാസനകൾ വർദ്ധിക്കുകയാണ്. നമ്മിലുള്ള മൃഗീയ വാസനകൾ വർദ്ധിക്കുകയാണ്. കുറ്റവാസന ഇല്ലാതാകുവാൻ, നമ്മെ പവിത്രീകരിക്കുവാൻ നോമ്പനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും നമ്മെ സഹായിക്കുന്നു. 6, മനുഷ്യൻ്റെ ഊർജപാളികളെ ക്രമപ്പെടുത്തി സൗഖ്യം നൽകുന്നു. ഇറ്റ് ഹാസ് ഗോട്ട് തെറാപ്യൂട്ടിക് വാല്യൂ. രോഗസൗഖ്യത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നു നോമ്പനുഷ്ഠാനങ്ങളിലൂടെ, ധ്യാനത്തിലൂടെ, ആരാധനയിലൂടെ. മനുഷ്യൻ്റെ ഊർജപാളികളെ ക്രമപ്പെടുത്തി സൗഖ്യം നൽകുന്നു. കീപ് ദ ബാലൻസ് ഓഫ് ദ എനർജി ഫീൽഡ് ഇൻ എവരി ഹ്യൂമൻ ബീയിങ്. നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്നു. നന്മയുടെ നല്ല ഊർജം നൽകുന്നു. ശരീര മനസ്സുകളെ സൗഖ്യമാക്കുന്നു. 7, മനുഷ്യ മനസ്സിനെയും സമൂഹത്തെയും സുബോധമുള്ളതാക്കി തീർക്കുന്നു. ഹെൽപ്പ് ടു ക്രിയേറ്റ് ഓർഡർ ആൻഡ് കൊഹിറൻസ് ഇൻ സൊസൈറ്റി ത്രൂ ദ ഫീൽഡ് എഫക്ട്സ് ഓഫ് കോൺഷ്യസ്നെസ്. മനുഷ്യ മനസ്സിനെയും സമൂഹത്തെയും സുബോധമുള്ളതാക്കി തീർക്കുവാൻ സഹായിക്കും. ആ രീതിയിൽ നാം ഈ ദേവാലയത്തിൽ കൂടി വന്ന് നമ്മെ തന്നെ സമർപ്പിക്കുന്നു, നോമ്പ് നോക്കുന്നു, ഉപവസിക്കുന്നു, ധ്യാനിക്കുന്നു. ആ രീതിയിലുള്ള ക്രമം, സൗഖ്യം, ആശ്വാസം, ദൈവകൃപ നമുക്ക് ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ആദ്യം വായിച്ച പ്രാർത്ഥനാ ഭാഗത്തേക്ക്, 3 നോമ്പിൻ്റെ ചൊവ്വാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥന. പ്രഭുക്കന്മാർ അവനെ കേട്ടു. അവരുടെ കിരീടങ്ങൾ വലിച്ചെറിഞ്ഞ് താഴ്മപ്പെട്ടു. സ്വതന്ത്രന്മാർ കേട്ടു പരിഭ്രമിച്ചു. അവരുടെ ആഡംബര വസ്ത്രങ്ങൾക്ക് പകരം ചാക്ക് ഉടുത്തു. യോനാ പ്രവാചകന്റെ പുസ്തകത്തിലെ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ വഴിതെറ്റിപ്പോയ യോനായെ നാം കാണുന്നു, മാറ്റം സംഭവിച്ച യോനായെ കാണും. വഴിതെറ്റിപ്പോയ യോന, മാറ്റം സംഭവിച്ച യോന. വഴിതെറ്റിപ്പോയ യോനയെക്കുറിച്ച് ബൈബിൾ എന്തൊക്കെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്? 1, തന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി. പിതാവായ അമിത്തായിക്കും ആ നാട്ടുകാർക്ക് പൊതുവേയും തന്നെക്കുറിച്ചുണ്ടായ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി. സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട് പ്രിയപ്പെട്ടവരെ.
നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. നിറവേറ്റണം. 2, ആത്മീകമായ അഴക് ചോർന്നുപോയി. 3, ദൈവത്തിൻ്റെ സന്ദേശവാഹകനായില്ല. ദൈവത്തിൻ്റെ സന്ദേശവാഹകനാകുവാൻ ഉദ്ദേശിച്ചു, സന്ദേശവാഹകനായില്ല. 4, നിഷ്കളങ്കതയുടെ മുഖം നഷ്ടപ്പെടുത്തി. അപ്പനായ അമിതായ് വളരെ പ്രതീക്ഷയോടെയാണ് മകന് യോന എന്ന് പേരിട്ടത്. പ്രാവെന്നാണല്ലോ വാക്കിൻ്റെ അർത്ഥം. നിഷ്കളങ്കതയുടെ പ്രതീകമാണ് പ്രാവ്. നിഷ്കളങ്കതയുടെ മുഖം നഷ്ടപ്പെടുത്തി. 5, ദൈവം നൽകിയ 3 നിർദ്ദേശങ്ങൾ അവഗണിച്ചു. എന്തൊക്കെയായിരുന്നു ദൈവം നൽകിയ 3 നിർദ്ദേശങ്ങൾ? യു എറൈസ്, നീ എഴുന്നേൽക്കുക. യു സ്റ്റാർട്ട്, നീ പുറപ്പെടുക. യു പ്രീച്ച്, നീ പ്രസംഗിക്കുക. നിനവയിലെ ദുഷ്ടതയ്ക്കെതിരെ പ്രസംഗിക്കുക. നീ എഴുന്നേൽക്കുക, പുറപ്പെടുക, ദുഷ്ടതയ്ക്കെതിരെ പ്രസംഗിക്കുക. ഇന്നും നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ഇതാണ്. വീണ്ടും നാം കാണുന്നു യോനായുടെ പരാജയം. വഴിതെറ്റിപ്പോയ യോന നിനവേ എന്ന പുറജാതി കേന്ദ്രത്തിലെ വൈകൃതങ്ങൾക്കെതിരെ ശബ്ദിച്ചില്ല. ഇന്ന് ലോകത്ത് വൈകൃതങ്ങൾ വർദ്ധിക്കുകയാണ്. പെർവേർഷൻസ് ഭൗതിക രംഗങ്ങളിലും ആത്മീയ രംഗങ്ങളിലും വൈകൃതങ്ങൾ പെരുകുകയാണ്. വികൃതഭാവങ്ങൾ എവിടെയും. അസീറിയയുടെ തലസ്ഥാനമായിരുന്നു നിനവേ. അസീറിയൻ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നാം ഒത്തിരി കേട്ടിട്ടുണ്ട്. ബാബിലോൺ സംസ്കാരം, അസീറിയൻ സംസ്കാരം, അവിടെയൊക്കെ വൈകൃതങ്ങൾ നിറഞ്ഞു. നിനവേ എന്ന പുറജാതി കേന്ദ്രത്തിലെ വൈകൃതങ്ങൾക്കെതിരെ ശബ്ദിച്ചില്ല. 7, തിന്മയിലേക്ക് പോകാനുള്ള വഴി തെരഞ്ഞെടുത്തു. 2 വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്, നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നല്ലോ, തിന്മയിലേക്കുള്ള വഴി വളരെ ഈസിയാണ്, സുഗമമാണ്, നിസാരമാണ് കടന്നു കയറാൻ. തർശീശിലേക്കുള്ള വഴി വിശാലമാണ്. തർശീശിലേക്കുള്ള ഒരു കപ്പൽ എപ്പോഴും റെഡിയായി കിടക്കുകയാണ്. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് തിന്മയിലേക്ക് പോകാനുള്ള കപ്പൽ എപ്പോഴും റെഡിയായി കിടക്കുക. പാസ്പോർട്ട് വേണ്ട, NOC വേണ്ട, ടിക്കറ്റ് വേണ്ട, കയറിയിരുന്നാൽ മതി. അവൈലബിലിറ്റി ഓഫ് ഈവിൾ, തിന്മയുടെ ലഭ്യത ഈ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. തിന്മയുടെ ലഭ്യത ഇല്ലാതാക്കണം. തർശീസിലേക്കുള്ള കപ്പൽ എപ്പോഴും റെഡിയാണ്. വഷളത്വത്തിലേക്ക്, മ്ലേച്ഛതയിലേക്ക്, ദുർമാർഗത്തിലേക്ക്, ഉറിക്കൂത്തിലേക്കുള്ള വഴി എപ്പോഴും ഒരുങ്ങിക്കിടക്കുക. ഈസിലി അവൈലബിൾ ആണ്, ലഭ്യമാണ് എപ്പോഴും. ഇവൻ ആ വഴി തിരഞ്ഞെടുത്തു. 8, വഴി പിഴച്ചു പോയവൻ വലിയ കൂലി കൊടുക്കേണ്ടി വന്നു. അവൻ കൂലി കൊടുത്ത് കപ്പൽ കയറി എന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. തെറ്റിലേക്ക് പോകുന്നവൻ വലിയ കൂലി കൊടുക്കേണ്ടി വരും ജീവിതത്തിൽ. വഴി പിഴച്ചു പോകുന്നവൻ വലിയ കൂലി കൊടുക്കേണ്ടി വന്നു. 9, പടിപടിയായി താണ് കപ്പലിന്റെ അടിത്തട്ടിലേക്ക് പോയി. അവന്റെ ജീവിതത്തിൽ അവൻ പടിപടിയായി താണു. പടിപടിയായി താണ് അവൻ കപ്പലിന്റെ അടിത്തട്ടിലേക്ക് പോയി. 10, അനുസരണക്കേട് കാണിച്ച് അവൻ ഒളിച്ചിരുന്നു. 11,
അസ്തിത്വപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായില്ല അവൻ്റെ ജീവിതത്തിൽ. എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്. നീ ആരാണ്? നീ എവിടെ നിന്ന് വന്നു? നീ എവിടേക്ക് പോകുന്നു? ഈ ജീവിതയാത്രയുടെ ഉദ്ദേശം എന്താണ്? അസ്തിത്വപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായില്ല യോനായ്ക്ക്. നമ്മുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങൾ കേൾക്കണം, ചോദിക്കണം, ചിന്തിക്കണം, ഉത്തരം കണ്ടെത്തണം. നമ്മൾ പലപ്പോഴും മനസ്സ് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഭൗതിക ഇമ്പങ്ങളിലും സുഖങ്ങളിലും മനസ്സ് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. അവിടെ അസ്തിത്വപരമായ ചോദ്യങ്ങൾ. എൻ്റെ ഉണ്മയ്ക്ക് ആരാണ് കാരണമായത്? എവിടെ നിന്നാണ് വന്നത്? എൻ്റെ ജീവിത ഉദ്ദേശം എന്താണ്? എവിടേക്കാണ് പോകുന്നത്? നമ്മളെല്ലാവരും മരിക്കും, അളിഞ്ഞു പുളിഞ്ഞൊക്കെ പോകും. ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം, എൻ്റെ അവസ്ഥ എന്താണ്? ഞാനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചും ഇടയ്ക്കൊക്കെ ചിന്തിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരെ, നോമ്പനുഷ്ഠാനങ്ങളുടെ, യാമപ്രാർത്ഥനകളുടെ, ഉപവാസത്തിൻ്റെ ഒക്കെ ലക്ഷ്യങ്ങളായി 7 കാര്യങ്ങൾ ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിച്ചു. നഷ്ടപ്പെട്ടു പോയ ഊർജം വീണ്ടെടുക്കണം. ജീവിതത്തിൻ്റെ ഏകാത്മകത, താളം, ക്രമം നിലനിർത്തണം. ദുഷ്ടശക്തികളെ തോൽപ്പിക്കണം. സ്വാർത്ഥത, അസൂയ, അശുദ്ധി, അനീതി ഇവ നമ്മിൽ നിന്ന് അകറ്റണം. നമ്മിലുള്ള കുറ്റവാസനകൾ ഇല്ലാതാകണം. മനുഷ്യന്റെ ഊർജപാളികളെ ക്രമപ്പെടുത്തി സൗഖ്യം പ്രാപിക്കണം. മനുഷ്യ മനസ്സിനെയും സമൂഹത്തെയും സുബോധമുള്ളതാക്കി തീർക്കണം. നമ്മുടെ ഈ ധ്യാനവും നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും അതിനെ സഹായിക്കണം. ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ ഈ യോനാ പ്രവാചകന്റെ പുസ്തകം ആ 4 അധ്യായങ്ങളൊന്ന് വായിച്ച് ധ്യാനിക്കണം. അതിലെ ഓരോ വാക്കിനും വിലപ്പെട്ട സന്ദേശങ്ങൾ ലോകത്തോട് പറയാനുണ്ട്. വഴിതെറ്റിപ്പോയ യോനായെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. വഴിതെറ്റിപ്പോന യോനായുമായി ബന്ധപ്പെട്ട 11 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. മാറ്റം സംഭവിച്ച യോനായെ നമ്മൾ കാണുന്നുണ്ട്. മാറ്റം സംഭവിച്ച യോനായെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? 1, തെറ്റിനെക്കുറിച്ച് അഗാധമായി പശ്ചാത്തപിച്ചു. നമ്മുടെ പാപങ്ങളെക്കുറിച്ച്, ദുഷിപ്പുകളെക്കുറിച്ച് ആഴമായി പശ്ചാത്തപിക്കണം. ദൈവം കൃപ ചെയ്യും, ദൈവം ക്ഷമിക്കും. ആഴമായി നാം പശ്ചാത്തപിക്കണം. അനുഗ്രഹത്തിൻ്റെ കണ്ണീരൊഴുക്കി ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം. 2, അഗ്നിപരീക്ഷകളിലൂടെ കടന്ന് ശുദ്ധീകരിക്കപ്പെട്ടു യോന. തിമിംഗലത്തിൻ്റെ ശ്വാസകോശ അറകളിൽ ഏതാനും ദിവസങ്ങൾ കഴിയേണ്ടി വന്നു. അതൊരു അഗ്നിപരിശോധനയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഗ്നിപരിശോധന കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിലൂടെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. പ്രശ്നങ്ങളെ ഭയപ്പെടരുത്, ഭാരങ്ങളെ നമ്മൾ ഭയപ്പെടരുത്. അഗ്നിപരിശോധനകൾ നമ്മുടെ നന്മയ്ക്കു വേണ്ടിയാണ്. അത് ദൈവിക പദ്ധതിയാണ്. അത് തിരിച്ചറിയണം. യോന അഗ്നിപരിശോധനകളിലൂടെ കടന്ന് ശുദ്ധീകരിക്കപ്പെട്ടു. 3, നിനവയിലെ ദുഷ്ടതയ്ക്കെതിരെ ശക്തിയായി പ്രസംഗിച്ചു. തിന്മയ്ക്കെതിരെ, ദുഷ്ടതയ്ക്കെതിരെ നാം ശബ്ദിക്കണം, പ്രതികരിക്കണം, ലോകത്തോട് സംസാരിക്കണം.
നോ കോംപ്രമൈസ് വിത്ത് ഈവിൾ. തിന്മയുമായി പൊരുത്തപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകരുത്. 4, നിനവയിലെ പ്രഭുക്കന്മാരിലും സാധാരണക്കാരിലും മാനസാന്തരമുണ്ടാക്കാൻ കഴിഞ്ഞു. വലിയവരും ചെറിയവരും മാനസാന്തരത്തിലേക്ക് വന്നു. നിനവയിലെ പ്രഭുക്കന്മാരിലും സാധാരണക്കാരിലും മാനസാന്തരമുണ്ടാക്കാൻ കഴിഞ്ഞു. 5, ശരീര ദണ്ഡന മാർഗങ്ങൾ ശിക്ഷയായി സ്വയം സ്വീകരിച്ചു യോന. ശരീര ദണ്ഡന മാർഗങ്ങൾ സ്വയം ശിക്ഷയായി സ്വീകരിച്ചു. ചാക്കുശീല ധരിച്ചു, രട്ടുടുത്തു, ചാരത്തിൽ കിടന്നു. സ്വയം ദണ്ഡനോപാധികൾ, സ്വമേധയായുള്ള ശിക്ഷണക്രമങ്ങൾ. നാം സ്വയം ഒന്ന് ശിക്ഷിക്കണം ചില കാര്യങ്ങളിൽ. ആ ദണ്ഡന മാർഗങ്ങൾ ശിക്ഷയായി സ്വയം സ്വീകരിച്ചു. 6, ഉപവാസത്തിന്റെ മഹത്വം നാനാജാതികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ കഴിഞ്ഞു യോനായ്ക്ക്. മാറ്റം സംഭവിച്ച യോനായ്ക്ക് ഉപവാസത്തിന്റെ മഹത്വം നാനാജാതികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ കഴിഞ്ഞു. 7, അതാണ് നാം ആദ്യം വായിച്ച വേദഭാഗത്തല്ല, ആരാധനാക്രമത്തിന്റെ ഭാഗത്ത് പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് കൂടുതൽ ഊന്നൽ കൊടുക്കുവാനാണ് ഇന്നത്തെ ധ്യാനത്തിൽ ഞാൻ ശ്രമിക്കുന്നത്. എന്താണ് ആദ്യം നമ്മൾ വായിച്ച ആരാധനാക്രമ ഭാഗം? 3 നോമ്പിന്റെ ചൊവ്വാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥനയിൽ ഭാഗം. പ്രഭുക്കന്മാർ അവനെ കേട്ടു, അവരുടെ കിരീടങ്ങൾ വലിച്ചെറിഞ്ഞ് താഴ്മപ്പെട്ടു. സ്വതന്ത്രന്മാർ കേട്ട് പരിഭ്രമിച്ചു, അവരുടെ ആഡംബര വസ്ത്രങ്ങൾക്ക് പകരം ചാക്കൊടുത്തു. മാറ്റം സംഭവിച്ച യോനായിൽ പ്രകടമായ 7ാമത്തെ പ്രത്യേകത, നിനവയിലെ യോനായുടെ മാനസാന്തര പ്രസംഗം മൂലം എന്ത് സംഭവിച്ചു? നിനവയിലെ പ്രഭുക്കന്മാർ തങ്ങളുടെ കിരീടങ്ങൾ വലിച്ചെറിഞ്ഞു. അവരെക്കുറിച്ച് പരാമർശിക്കുകയാണ്. നിനവയിലെ പ്രഭുക്കന്മാർ തങ്ങളുടെ കിരീടങ്ങൾ വലിച്ചെറിഞ്ഞു. ഇന്ന് നാം ചില കിരീടങ്ങൾ വലിച്ചെറിയണം, ചില കിരീടങ്ങൾ ധരിക്കണം. ആ കാര്യത്തിലേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് 10:30 മണി വരെയുള്ള സമയം നമുക്ക് ധ്യാനിക്കാം. ചില കിരീടങ്ങൾ നാം വലിച്ചെറിയണം, ചില കിരീടങ്ങൾ നാം ധരിക്കണം. കിരീടമെന്ന് വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ 5-6 കാര്യങ്ങൾ ഓടിയെത്തും. കിരീടധാരണങ്ങൾ, രാജാക്കന്മാരുടെ കിരീടധാരണങ്ങൾ, മത്സരങ്ങൾ, സമ്മാനമായി കിരീടം ലഭിക്കുന്ന കാര്യങ്ങൾ. മലയാളത്തിൽ ഫ്ലവേഴ്സ് എന്നൊരു ചാനലുണ്ട്. അതിൽ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയുന്നവർക്ക് കിരീടം കിട്ടും. അവർക്കൊരു കിരീടം വെച്ചവരെ ബഹുമാനിക്കും. മത്സരങ്ങൾ സമ്മാനമായി കിരീടങ്ങൾ ലഭിക്കുന്നു. കിരീടം എന്നൊരു സിനിമ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങുകയുണ്ടായി. ഒരു നഷ്ടപ്പെട്ട വിലപിടിച്ച കിരീടത്തിന് വേണ്ടി പരക്കം പായുന്ന, അമേരിക്കയിലൊക്കെ പോകുന്ന 2 സുഹൃത്തുക്കളെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. കുറ്റാന്വേഷകരായ 2 സുഹൃത്തുക്കളെ കുറിച്ച്. വിവാഹത്തിലെ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ നമുക്ക് പരിചയമുണ്ട്. കുരിശാകുന്ന കിരീടം വാഴ്ത്തി അണിയിക്കും.
കുരിശിന്റെ മാർഗം, ക്രൂശിലെ സ്നേഹം, ക്രൂശിലെ ത്യാഗം, ക്രൂശിന്റെ പാതയാണ് നാം സ്വീകരിക്കേണ്ടത്. നമ്മുടെ കുടുംബജീവിതത്തിലും എപ്പോഴും പ്രാചീന ഒളിമ്പിക്സിലെ കിരീടത്തെക്കുറിച്ച് നമുക്കറിയാം. വാടിപ്പോകുന്ന ഇലകൾ, ഒലിവിൻ്റെ ഇലകൾ കൂട്ടിക്കെട്ടി കിരീടമായിട്ട് നൽകിയിരുന്നു പ്രാചീന ഒളിമ്പിക്സിലെ സമ്മാനമായിട്ട്. അതിനെയൊക്കെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അതൊക്കെ വാടുന്ന കിരീടമാണ്. നമുക്കും പല കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. നാം എടുത്തണിയാൻ ആഗ്രഹിക്കുന്ന പല കിരീടങ്ങളും വാടുന്ന കിരീടമാണ്, നശിക്കുന്ന കിരീടമാണ്, പ്രഭ മങ്ങുന്ന കിരീടമാണ്. അതുപോലെ കുട്ടികളുടെ ടാബ്ലോയിൽ നമ്മൾ കിരീടം കാണാറുണ്ട്. കുട്ടികളെ ടാബ്ലോ ഒക്കെ കളിക്കുമ്പോൾ കിരീടമണിയിച്ച്, പ്രത്യേകിച്ച് ക്രിസ്മസിനൊക്കെ കിരീടമണിഞ്ഞ കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. കിരീടം, നാം വലിച്ചെറിയേണ്ട ചില കിരീടങ്ങളുണ്ട് ജീവിതത്തിൽ, നാം അണിയേണ്ട ചില കിരീടങ്ങളുണ്ട്. ദുഷ്ടയാകുന്ന കിരീടം വലിച്ചെറിയണം, ആഡംബരമാകുന്ന കിരീടം വലിച്ചെറിയണം, വൈകൃതങ്ങളാകുന്ന കിരീടം വലിച്ചെറിയണം. ഈ വിശുദ്ധ ദേവാലയത്തിൽ വന്ന് ധ്യാനിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള കിരീടങ്ങൾ വലിച്ചെറിയുവാൻ കഴിയണം. തിന്മയുടെ, ദുഷ്ടതയുടെ, അശുദ്ധിയുടെ, പാപത്തിന്റെ കിരീടങ്ങൾ വലിച്ചെറിയണം. ആഡംബരമാകുന്ന കിരീടം, വൈകൃതങ്ങളാകുന്ന കിരീടം. ഭൗതിക രംഗങ്ങളിലും ആത്മീക രംഗങ്ങളിലും ഇന്ന് വൈകൃതങ്ങൾ പെരുകുകയാണ്. നാം ധരിക്കേണ്ട ചില കിരീടങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഞാൻ അടുത്ത കാലത്ത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ നാം അണിയേണ്ടതായ പല കിരീടങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതായിട്ട് മനസ്സിലായി. അതെന്തൊക്കെയാണെന്ന് വളരെ ചുരുക്കി നമുക്കൊന്ന് ധ്യാനിക്കാൻ, ചിന്തിക്കാം. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്, ഒരു ഡിക്ഷണറിയുടെ, ബൈബിൾ കമന്ററിയുടെ സഹായത്തോടെ കിരീടം എന്നതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണം. വേദപുസ്തകത്തിൽ കിരീടം എന്ന് ഏതെല്ലാം ഭാഗങ്ങൾ പറയുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്നത് രസാവഹമാണ്. ഒന്ന്, ദ ബ്യൂട്ടിഫുൾ ക്രൗൺ ഇൻ ഗോഡ്സ് ഹാൻഡ്സ്, ദൈവകരങ്ങളിലെ ഭംഗിയുള്ള കിരീടം. നിങ്ങളും ഞാനും ദൈവകരങ്ങളിലെ ഭംഗിയുള്ള കിരീടമായി തീരണം. യെശയ്യാവിന്റെ പുസ്തകം 62-ാം അധ്യായം 3-ാം വാക്യം. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. എപ്പോഴും നാം ദൈവകരങ്ങൾ അമർന്നിരിക്കുക. ഒരു വസ്തുവിന് വിലയുണ്ടാകുന്നത് അതാരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഒരു വസ്തുവിന് വിലയുണ്ടാകുന്നത് ആ വസ്തു ആരുടെ കയ്യിലിരിക്കുന്നതിന് എന്നതിനെ ആശ്രയിച്ചാണ്. എൻ്റെ കയ്യിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഇരുന്നാൽ അതിന് 300 രൂപയെ വിലയുള്ളൂ. എന്നാൽ ഓസ്ട്രേലിയയിൽ ജീവിച്ച ബ്രാഡ്മാന്റെ കയ്യിലോ ഇന്ത്യയിലെ സച്ചിൻ തെണ്ടുൽക്കറുടെ കയ്യിലോ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഇരുന്നാൽ അതിന് കോടികളുടെ വിലയുണ്ട്. എൻ്റെ കയ്യിലൊരു വടി ഇരുന്നാൽ
സാധനങ്ങൾ നീക്കിയിടാൻ വടി ഉപയോഗിക്കാം. മോശയുടെ കയ്യിലൊരു വടിയിരുന്നപ്പോൾ സമുദ്രത്തെ ഭാഗിക്കാൻ ആ വടി കൊണ്ട് കഴിഞ്ഞു. എന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഇരുന്നാൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. സാൻഡ്വിച്ച്, ഇലയപ്പം, 5 അപ്പവും 2 മീനും കൊണ്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാം. കർത്താവിന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഇരുന്നപ്പോൾ 5000 പോഷിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു ടെന്നീസ് റാക്കറ്റ് എന്റെ കയ്യിൽ ഉപയോഗമില്ല. സെറീന വില്യംസിന്റെ കയ്യിൽ ഒരു ടെന്നീസ് റാക്കറ്റ് ഇരുന്നാൽ കോടികളുടെ വിലയാണ്. ഒരു ബാസ്കറ്റ് ബോൾ എന്റെ കയ്യിൽ ഇരുന്നാൽ അതിന് വലിയ വിലയൊന്നുമില്ല. മൈക്കൽ ജോർദാന്റെ കയ്യിൽ ഒരു ബാസ്കറ്റ് ബോൾ ഇരുന്നാൽ കോടികളുടെ വിലയാണ്. കുറെ ആണികൾ എന്റെ കയ്യിലിരുന്നാൽ ഒരു കിളിക്കൂടുണ്ടാക്കാം. 5-6 ആണി ഉണ്ടെങ്കിൽ ഒരു തടിയൊക്കെ ക്രമപ്പെടുത്തി ഒരു കിളിക്കൂടുണ്ടാക്കാം. കർത്താവിന്റെ കരങ്ങൾ ആണി തറച്ചപ്പോൾ മനുഷ്യരാശിയുടെ രക്ഷയാണ് അനുഭവവേദ്യമായത്. നമുക്ക് വിലയുണ്ടാകുന്നത് നാം ആരുടെ കയ്യിലിരിക്കുന്നതിനെ ആശ്രയിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിലെ ഭംഗിയുള്ള കിരീടമാവുക. എപ്പോഴും ദൈവകരങ്ങൾ അമർന്നിരിക്കുക. നിങ്ങൾക്ക് വിലയുണ്ടാകും. നിങ്ങൾ വിലയുള്ളവരായിത്തീരും. രണ്ടാമത്, നിങ്ങൾ വായിക്കേണ്ട മറ്റൊരു ഭാഗം, ദ ക്രൗൺ ഓഫ് ഗ്ലോറി, ദാറ്റ് ഈസ് നോളജ്. ജ്ഞാനമാകുന്ന മഹത്വകിരീടം. ദ ക്രൗൺ ഓഫ് ഗ്ലോറി, ദാറ്റ് ഈസ് നോളജ്. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 9-ാം വാക്യം. അതു നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അതു നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. നിരന്തരമായ ജ്ഞാനം, കോൺസ്റ്റന്റ് ലേണിംഗ്, സപ്ലിമെന്ററി റീഡിംഗ്, ലൗകിക ജ്ഞാനവും ദൈവിക ജ്ഞാനവും അറിയിക്കണം. നമ്മളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടർ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യും, മൊബൈൽ അപ്ഡേറ്റ് ചെയ്യും. ദൈവിക അറിവും അപ്ഡേറ്റ് ചെയ്യണം. സപ്ലിമെന്ററി നോളജ് ഉണ്ടാകണം. നല്ല വായനയും നല്ല ധ്യാനവും ഉണ്ടാകണം. ഒരു ചിന്തകൻ പറയുന്നു, നല്ല വായന സംസ്കാരത്തിൻ്റെ ബാരോമീറ്ററാണ്, മർദ്ദമാവിനെയാണ്. നല്ല വായന മാറ്റത്തിൻ്റെ തെർമോമീറ്ററാണ്, താപമാവിനെയാണ്. നല്ല വായന മൂല്യങ്ങളുടെ ആർട്ട് ഗാലറിയാണ്, മൂല്യങ്ങളുടെ ചിത്രരംഗശാലയാണ്. നല്ല വായന നല്ല ഡ്രൈവിംഗ് പോലെയാണ്. എന്താണ് നല്ല ഡ്രൈവിങ്ങിൻ്റെ പ്രത്യേകത? നല്ല ഡ്രൈവിംഗ് വാഹനങ്ങളിലെ 3 സാധനങ്ങളെ ഭംഗിയായിട്ട് ഉപയോഗിക്കും. വാഹനങ്ങളിലെ 3 ഉപകരണങ്ങളെ ഭംഗിയായിട്ട് ഉപയോഗിക്കും. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകും. ഒന്ന് ബ്രേക്ക്. ബ്രേക്ക് ചവിട്ടത്തണ്ടപ്പം ചവിട്ടണം. ചില കാര്യങ്ങൾ നോ. ബ്രേക്ക്. നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ബ്രേക്ക് ഇടണം. 2, ആക്സലറേറ്റർ. വേഗത കൂട്ടാനാണ് ആക്സലറേറ്റർ ഉപയോഗിക്കുന്നത്. നന്മ പറയാനും നന്മ ചെയ്യാനും നന്മ ചിന്തിക്കാനും വേഗത കൂടണം. 3, ക്ലച്ച്. ക്ലച്ച് ചവിട്ടുന്ന എപ്പോഴാണ്? തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ബമ്പ് വരുമ്പോൾ, കുഴി ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടും. ജീവിതത്തിലെ തടസ്സങ്ങളെ പാകതയോടെ തരണം ചെയ്യണം.
അതിന് നല്ല ജ്ഞാനം ആർജിക്കണം, നല്ല വായന, നല്ല ധ്യാനം, നല്ല ജ്ഞാനം. അത് നിനക്ക് മഹത്വമായി തീരും. ജ്ഞാനമാകുന്ന മഹത്വ കിരീടം. 3, നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. ദ ക്രൗൺ ഓഫ് അപ്രൈറ്റ്നസ്. ദ ക്രൗൺ ഓഫ് അപ്രൈറ്റ്നസ്, സാമർഥ്യമാകുന്ന കിരീടം. സദൃശ്യവാക്യങ്ങൾ 12:4. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം, നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് കിരീടം. തിരിച്ചും സാമർഥ്യമുള്ള ഭർത്താവ് ഭാര്യയ്ക്കും കിരീടമായിരിക്കും സ്വാഭാവികമായിട്ട്. നാണം കെട്ടവളോ അസ്ഥികൾക്ക് ദ്രവത്വം. എന്താണ് ഈ സാമർഥ്യം എന്ന് പറയുന്നത്? അപ്രൈറ്റ്നസ്. ശിക്ഷണവും അനുസരണവുമാണ് സാമർഥ്യം. എ ഡിസിപ്ലിൻഡ് ആൻഡ് ഒബീഡിയന്റ് ലൈഫ്, അതാണ് സാമർഥ്യം. സഭയുടെ വിശ്വാസാചാരങ്ങൾ ഭംഗിയായി അനുഷ്ഠിക്കുന്നതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ സാമർഥ്യം. ഇംഗ്ലീഷിൽ പറയും റിച്വലിസ്റ്റിക് പെർഫെക്ഷൻ. അതാണ് സാമർഥ്യം. പരിശുദ്ധ പരിമല തിരുമേനി സമർത്ഥനായിരുന്നു. ഏത് രീതിയിൽ? ത്രൂ റിച്വലിസ്റ്റിക് പെർഫെക്ഷൻ. സഭയുടെ വിശ്വാസാചാരങ്ങൾ ഭംഗിയായി അനുഷ്ഠിക്കുന്നതിലാണ് യഥാർത്ഥ സാമർഥ്യം. ഒരു സഭാംഗത്തിന്റെ സാമർഥ്യം അവിടെയാണ്. ശിക്ഷണവും അനുസരണവും അനുഷ്ഠാനങ്ങളുടെ ശരിയായ അനുഭവവുമാണ് സാമർഥ്യം. ഒരു ഭക്തൻ പറയുന്നു, ആത്മീകമായ സാഹസികതയാണ് സാമർഥ്യം. അപ്രൈറ്റ്നസ് മീൻസ് സ്പിരിച്വൽ റിസ്ക്. ജീവിതത്തിൽ ആത്മീകമായ സാഹസികതയ്ക്ക് സ്ഥാനമുണ്ട്. അങ്ങ് ജീവിച്ചു, ജനിച്ചു, മരിച്ചു, അങ്ങ് പോയാ പോരാ. ഇന്ന് പല ആത്മീയ കാര്യങ്ങൾ പലതും പണ്ടത്തെ പോലെ നടക്കുന്നു. അതല്ല, നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ സാഹസികത ഉണ്ടാകണം. കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കണം. ആത്മീകമായ സാഹസികത, സ്പിരിച്വൽ റിസ്ക്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഡു ദ റൈറ്റ് തിങ്. കർത്താവിൽ വിശ്വസിക്കുക, ശരിയായ കാര്യം ചെയ്യുക. അതാണ് സാമർഥ്യം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശരിയായ കാര്യം നിർവഹിക്കുക എന്നുള്ളതാണ് സാമർഥ്യം. സാമർഥ്യമെന്ന കിരീടം. 4ാമത്തെ കിരീടം ബൈബിൾ പറയുന്നു, ദ ക്രൗഡ് ഓഫ് വെൽത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ വൈസ്. വിവേകത്തോടെ ഉപയോഗിക്കുന്ന ധനമാകുന്ന കിരീടം. വിവേകത്തോടെ ഉപയോഗിക്കുന്ന ധനമാകുന്ന കിരീടം. സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം 24-ാം വാക്യം. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ ഭോഷത്വമോ ഭോഷത്വം തന്നെ. ഞാൻ കഴിഞ്ഞ 3 മാസം മുമ്പ് ഒരു ലേഖനം എഴുതിയിരുന്നു നമ്മുടെ സഭയുടെ ഒരു മാസികയിൽ. ഗ്രീസിൽ നിന്ന് ചില പാഠങ്ങൾ എന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. ഗ്രീസിൽ നിന്ന് ചില പാഠങ്ങൾ. തത്വശാസ്ത്രത്തിന്റെ വിളനിലമാണ് ഗ്രീസ്. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, അവരെയൊക്കെ നമുക്ക് കേട്ടറിയാമല്ലോ. പ്രാചീന ഒളിമ്പിക്സിന്റെ പ്രഭവ കേന്ദ്രമാണ്. സാംസ്കാരിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച സ്ഥലമാണ്.
ശില്പചാതുരിക്ക് പ്രസിദ്ധമായ ദേവാലയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പൗരധർമ്മങ്ങളും ജനാധിപത്യ വ്യവസ്ഥിതിയും റിപ്പബ്ലിക് ഭരണക്രമവും ഇഴവിരിഞ്ഞ നാടായിരുന്നു. അടുത്ത കാലത്ത് എന്തു പറ്റിയ ഗ്രീസിന്? ദശാബ്ദങ്ങളായി കടം വാങ്ങി മുടിഞ്ഞു. ഇന്ന് മറ്റ് രാജ്യങ്ങളുടെ കാരുണ്യത്താലാണ് ഗ്രീസ് പിടിച്ചു നിൽക്കുന്നത്. സാമ്പത്തിക തകർച്ചയുണ്ടായി. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ രംഗങ്ങളിലും സഭാജീവിതത്തിലും സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകണം. ഇക്കണോമിക് ഡിസിപ്ലിൻ. വി നീഡ് സ്പിരിച്വൽ ബേസിസ് ആൻഡ് ഇക്കണോമിക് ഡിസിപ്ലിൻ. നമുക്ക് ആധ്യാത്മിക അടിത്തറ വേണം, സാമ്പത്തിക അച്ചടക്കം വേണം. യോനയുടെ പുസ്തകത്തിൽ നാം കണ്ടല്ലോ, മുമ്പേ വായിച്ച പ്രാർത്ഥനാ ഭാഗത്ത് കണ്ടല്ലോ, നിനവയിലെ പ്രഭുക്കന്മാർ ചില കിരീടങ്ങൾ വലിച്ചെറിഞ്ഞു. ആഡംബരമാകുന്ന കിരീടം, ദുഷ്ടതയുടെ കിരീടം, അലസതയുടെ കിരീടം, പല കിരീടങ്ങൾ അവർ വലിച്ചെറിഞ്ഞു. വൈകൃതങ്ങളുടെ കിരീടം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലുതെന്ന് ചിന്തിക്കുന്ന ചില കിരീടങ്ങൾ ചെറുതാണ്, അത് തിരിച്ചറിയണം. എന്നും കാണുന്നു നമ്മൾ ചിന്തിക്കുന്ന ചില കിരീടങ്ങൾ മങ്ങിയതാണ്, തിരിച്ചറിയണം. പണവും സുഖവും പ്രതാപങ്ങളുമൊക്കെ മങ്ങും, തിരിച്ചറിയണം. ദൈവം തന്ന കാര്യങ്ങൾ ഏത് നിമിഷവും നമ്മിൽ നഷ്ടപ്പെടാം. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ ഏത് നിമിഷവും നഷ്ടപ്പെടാം. ഞാൻ ഓർക്കുന്നു, എന്നെ പണ്ട് പഠിപ്പിച്ച ഒരു പ്രൊഫസർ, മിടുക്കനായ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങളിൽ ഒരു മാനസിക രോഗിയായി, ഭ്രാന്തനായി അലഞ്ഞു നടന്ന് ഞാൻ കാണേണ്ടി വന്നു. മിടുക്കനായ പ്രൊഫസർ അവസാന വർഷങ്ങളിൽ ഒരു മാനസിക രോഗിയായി, ഭ്രാന്തനായി, കടത്തിണ്ണയിൽ കിടക്കുന്നതും പിച്ചുമ്പേയും പറയുന്നതുമൊക്കെ ഞാൻ കാണേണ്ടി വന്നു. നമുക്കുണ്ടെന്ന് അഭിമാനിക്കുന്ന ബുദ്ധി, നമുക്കുണ്ടെന്ന് അഭിമാനിക്കുന്ന ധനം, നമുക്കുണ്ടെന്ന് അഭിമാനിക്കുന്ന ആരോഗ്യം, സൗന്ദര്യം, അധികാരങ്ങൾ എല്ലാം നഷ്ടപ്പെടാൻ പ്രിയപ്പെട്ടവർ. ഏത് നിമിഷവും തന്നവൻ തിരിച്ചെടുക്കും, ഓർത്തോണം. വിവേകത്തോടെ ഉപയോഗിക്കുന്ന ധനമാകുന്ന കിരീടം, ദൈവം തന്ന താലന്തുകൾ, കഴിവുകൾ, ധനം, സമയം, അത് വിവേകത്തോടെ ഉപയോഗിക്കണം. 5 ബൈബിൾ പറയുന്ന 5ാമത്തെ കിരീടം, ദ ക്രൗൺ ഓഫ് ഗ്ലോറി ഇൻ എ റൈച്വസ് ലൈഫ്. നീതി മാർഗത്തിലെ ശോഭയുള്ള കിരീടം. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 31-ാം വാക്യമാണ്. അത് നമുക്ക് പരിചയമുണ്ട്. നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു. നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. പക്വതയാണ്, വൈകാരിക പക്വത. ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗിന് 2 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കും. EQ ആൻഡ് RQ പ്ലസ് SQ, പല കാര്യങ്ങൾ പറയും. EQ ഇമോഷണൽ കോഷ്യന്റ് ആണ്, വൈകാരിക പക്വത വേണം. നമുക്കെല്ലാവർക്കും വൈകാരിക പക്വത വേണം. 2 റിലേഷൻസ് കോഷ്യന്റ്, വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കൃപ വേണം. സുവിശേഷം എന്ന് പറയുന്നത് തത്വശാസ്ത്രങ്ങളുടെ ആകത്തുകയല്ല, പാണ്ഡിത്യത്തിൻ്റെ ബാങ്കല്ല, മനുഷ്യബന്ധങ്ങളാണ്. സ്നേഹത്തിൽ കൂടിയുള്ള മനുഷ്യബന്ധങ്ങളാണ് സുവിശേഷം. ആദിമസഭയ്ക്കത് ഒത്തിരിയൊക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു. വിശുദ്ധിയും സ്നേഹബന്ധങ്ങളും. RQ, SQ സ്പിരിച്വൽ കോഷ്യന്റ്, ഇതൊക്കെ നമുക്ക് വേണം. പാകതയോടുള്ള പെരുമാറ്റം, അനുഭവജ്ഞാനം,
മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സമ്മർദ്ദങ്ങളിലും പ്രസാദാത്മകത ഉണ്ടാകണം. അതാണ് നീതിമാർഗത്തിലെ ശോഭയുടെ കിരീടം. നമുക്കൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. സമ്മർദ്ദങ്ങളില്ലാത്ത ആരുമില്ല. വലിയവനും ചെറിയവനുമൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. സമ്മർദ്ദങ്ങളിലും പ്രസാദാത്മകത ഉണ്ടാകണം. നീതിയുടെ മാർഗം വിട്ടകലരുത്. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ വിവാഹത്തിലെ വിശേഷ വസ്ത്രങ്ങൾ എന്തിനെ കുറിക്കുന്നു പറയുന്നു. നമ്മൾ വിവാഹത്തിന് വിശേഷ വസ്ത്രങ്ങളൊക്കെ അണിയും. It denotes the righteousness of the saints. വിശുദ്ധരുടെ നീതി പ്രവൃത്തികൾ അത്രേ. വിവാഹത്തിൽ നാം ഉപയോഗിക്കുന്ന വിശേഷ വസ്ത്രങ്ങൾ വിശുദ്ധരുടെ നീതി പ്രവൃത്തികൾ അത്രയെന്ന് ബൈബിൾ പറയുന്നു. വിശുദ്ധരുടെ നീതി പ്രവൃത്തികൾ കൊണ്ട് നിറയണം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥ അപേക്ഷിക്കുവാൻ നമുക്ക് അർഹത വേണമെങ്കിൽ പരിമല തിരുമേനിയുടെ നീതി പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അർഹതയില്ല. മധ്യസ്ഥ അപേക്ഷിക്കാൻ നമുക്ക് അർഹതയില്ല. ആ വിശുദ്ധിയും ആ നീതി പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അർഹത ലഭിക്കുന്നത്. നീതിമാർഗത്തിലെ ശോഭയുള്ള കിരീടം. 6, ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ, ദ ക്രൗൺ ഓഫ് ദി ഏജഡ്. നല്ല മക്കളാകുന്ന കിരീടം. സദൃശ്യവാക്യങ്ങൾ 17-6. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. വിവാഹിതർക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാകണം. അവിവാഹിതർക്ക് നല്ല ആശ്രമ ജീവിതം ഉണ്ടാകണം. നല്ല മൂല്യങ്ങളുടെ ആൾരൂപം ആകണം. കൃത്യമായ ശാരീരിക വളർച്ച, നല്ല ആരോഗ്യശീലങ്ങൾ, സാമൂഹിക ബോധം, വൈകാരിക നിയന്ത്രണം, സഹൃദയത്വം, സർഗാത്മകതയുടെ ശരിയായ വികസനം, ദ റൈറ്റ് ഡെവലപ്മെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. സർഗാത്മകതയുടെ ശരിയായ വികസനം. കുട്ടികളുടെ ആദ്യത്തെ പാഠപുസ്തകം മാതാപിതാക്കളാണ്. നല്ല ഗ്രഹാന്തരീക്ഷം ഉണ്ടാകണം. നല്ല മക്കളും നല്ല മാതാപിതാക്കളുമാകുക. നല്ല മക്കളാകുന്ന കിരീടം. അതിൻ്റെ അർത്ഥം നല്ല മാതാപിതാക്കളാകുന്ന കിരീടം എന്ന് തന്നെയാണ്. നാം നല്ല മക്കളാകണം, നല്ല മാതാപിതാക്കളുമാകണം. ഞാൻ ഇതൊന്നും വിശദീകരിക്കുന്നില്ല. 7-ാമത്തെ കിരീടത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. ദ ക്രൗൺ ഓഫ് ലൈഫ് ഗിവൺ ടു ദ ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തർക്ക് ലഭിക്കുന്ന ജീവകിരീടം. വിശ്വസ്തർക്ക് ലഭിക്കുന്ന ജീവകിരീടം. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്കു തരും. ചില കിരീടങ്ങൾ വലിച്ചെറിയണം. ദുഷ്ടതയുടെ, ആഡംബരത്തിന്റെ, വൈകൃതങ്ങളുടെ കിരീടം. ചില കിരീടങ്ങൾ നാം സ്വീകരിക്കണമെന്ന് ബൈബിൾ പറയുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്കു തരും. ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായിരിക്കണം. അസംതൃപ്തിയും അവിശ്വസ്തതയും ചേർന്നാൽ അതാണ് നരകം. അസംതൃപ്തിയും അവിശ്വസ്തതയും ചേർന്നാൽ നരകം. സംതൃപ്തിയും വിശ്വസ്തതയും ചേർന്നാൽ അത് സ്വർഗം. നീ ചിന്തിക്കുക, നമ്മുടെ ഭവനങ്ങൾ സ്വർഗമാണോ എന്ന്. അവിശ്വസ്തതയും അശുദ്ധിയും ചേർന്നാൽ നരകം. വിശ്വസ്തതയും സംതൃപ്തിയും ചേർന്നാൽ സ്വർഗം. നല്ല കൂട്ടുകെട്ടുകൾ, ധാർമ്മിക അടിത്തറ, ആത്മീയ കാര്യങ്ങൾ ക്രമവും നിഷ്ഠയുമാണ് വിശ്വസ്തത. വിശ്വസ്തർക്ക് ലഭിക്കുന്ന ജീവകിരീടം. 8-ാമത് പറയുന്നു, ദ ജോയ് ആൻഡ് ക്രൗൺ ഓഫ് ദ ചർച്ച്. സഭയുടെ സന്തോഷവും കിരീടവുമേ. ഫിലിപ്പിയർ 4:1.
ഫിലിപ്പിയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുകയാണ്, എൻ്റെ സന്തോഷവും എൻ്റെ കിരീടവുമായുള്ളവരെ. എങ്ങനെയാണ് സഭയ്ക്ക് സന്തോഷവും കിരീടവുമാകുന്നത്? അപ്പോസ്തോലിക പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുക, ആരാധനാ പശ്ചാത്തലത്തിൽ ജീവിക്കുക, ദൃശ്യവും അദൃശ്യവുമായ സഭയുടെ സജീവ കൂട്ടായ്മയിൽ ജീവിക്കുക, സഭയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അർത്ഥവത്താക്കുക, വിശകലനത്തിനപ്പുറം വിശുദ്ധിയിൽ ജീവിക്കുക, സർവപ്രപഞ്ചത്തെ ദൈവമഹത്വത്തിനായി രൂപാന്തരപ്പെടുത്തുക. അപ്പോൾ നാം സന്തോഷവും കിരീടവുമായി തീരും. സഭയുടെ സന്തോഷവും കിരീടവുമായി തീരും. 9 പറയുന്നു, നിത്യജീവന്റെ വാടാത്ത കിരീടത്തെ കുറിച്ച് ബൈബിൾ പറയുകയാണ്. നിത്യജീവന്റെ വാടാത്ത കിരീടം, ദ ഇംപെരിഷബിൾ ക്രൗൺ ഓഫ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവന്റെ വാടാത്ത കിരീടം. 1 കൊരിന്ത്യർ 9:25 അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ. 1 പത്രോസ് 5:4 പറയുന്നുണ്ട്, എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നിത്യജീവനാണ് വാടാത്ത കിരീടം. ഇടയ ശ്രേഷ്ഠന്റെ പ്രത്യക്ഷത ഒരുക്കത്തോടെ കാത്തിരിക്കണം. ന്യായവിധിയിൽ വിജയം പ്രാപിക്കുന്നവരാണ് വാടാത്ത കിരീടം പ്രാപിക്കുന്നത്. വാടാത്ത കിരീടം പ്രാപിക്കുവാൻ 2 പൊട്ടിക്കലുകൾ ആവശ്യമാണ്, 2 ബ്രേക്കിംഗ് ആവശ്യമാണ്. ബ്രേക്കിംഗ്, വി ഹാവ് ടു ബ്രേക്ക് ദ വേർഡ്, വി ഹാവ് ടു ബ്രേക്ക് ദ ബ്രെഡ്. ദ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്, വചനത്തിന്റെ പൊട്ടിക്കൽ ആവശ്യമാണ്. ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്, അപ്പത്തിന്റെ പൊട്ടിക്കൽ ആവശ്യമാണ്, നുറുക്കൽ ആവശ്യമാണ്. വചനത്തിന്റെ നുറുക്കൽ ആവശ്യമാണ്. വചനം നുറുക്കപ്പെടണം. ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്, ദൈവവചനം നുറുക്കപ്പെടണം. ദൈവവചനം മനനം ചെയ്യണം. ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്, ദൈവവചനം നുറുക്കി ആഹരിക്കണം. വിശുദ്ധ കുർബാന അനുഭവിക്കണം. അതോടൊപ്പം തന്നെ 3ാമതൊരു ബ്രേക്കിംഗ് കൂടെ വേണം. ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്, ബ്രേക്കിംഗ് ഓഫ് ദ മെറ്റീരിയൽ പൊസഷൻസ്. ഭൗതികമായ നമുക്കുണ്ടെന്നുള്ള കാര്യങ്ങളുടെ നുറുക്കലും ആവശ്യമാണ്. വചനം നുറുക്കപ്പെടണം, മനനം ചെയ്യണം, ധ്യാനിക്കണം, വചനം ആഹരിക്കണം, വിശുദ്ധ ബലി പങ്കാളിയാകണം, അപ്പം നുറുക്കപ്പെടണം. നമുക്ക് ദൈവം തന്ന ഭൗതിക വസ്തുക്കളും നുറുക്കപ്പെടണം. ബ്രേക്കിംഗ് ദ മെറ്റീരിയൽ റിസോഴ്സസ്. അപ്പോൾ നിത്യജീവന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇനി 5 മിനിറ്റ് കൂടിയാണ് നമ്മുടെ ധ്യാന സമയം. ആ 5 മിനിറ്റ് കൊണ്ട് 2 കിരീടങ്ങളെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. അത് വ്യത്യസ്തങ്ങളായ കിരീടമാണ്. ഇതുവരെ കണ്ട 9 കിരീടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ 2 കിരീടങ്ങളാണ് 10ാമത്തെയും 11ാമത്തെയും കിരീടം. 10ാമത്തെ കിരീടം, ദ ക്രൗൺ ഓഫ് അഫ്ലിക്ഷൻസ് ഈസ് ദ ക്രൗൺ ഓഫ് ഇറ്റേണൽ ഗ്ലോറി. തേജസ്സിന്റെ നിത്യഘനമെന്ന കഷ്ടതകളുടെ കിരീടം. 2 കൊരിന്ത്യർ 4:17 അതാണ് നാം പാട്ടായിട്ട് പാടുന്നത്. ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. അത് വേദവാക്യമാണ്. 2 കൊരിന്ത്യർ 4:17 ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ദ ക്രൗൺ ഓഫ് അഫ്ലിക്ഷൻസ്.
കഷ്ടതയ്ക്ക് പിന്നിൽ അധ്യാപനത്തിൻ്റെ ഒരു മൂല്യമുണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് പെഡഗോഗിക്കൽ വാല്യൂ. കഷ്ടതകൾ അധ്യാപകരാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അധ്യാപനത്തിൻ്റെ മൂല്യമുണ്ട്. ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കഷ്ടതകൾ നമ്മുടെ ആളത്വത്തിന്മേലുള്ള അറ്റകുറ്റപ്പണിയാണ്. മെയിൻ്റനൻസ് വർക്ക് ഓൺ അവർ പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വത്തിന്മേലുള്ള, നമ്മുടെ ആളത്വത്തിന്മേലുള്ള അറ്റകുറ്റപ്പണിയാണ് കഷ്ടതകൾ. ചില റോഡുകൾ വരുമ്പോൾ മെയിൻ്റനൻസ് വർക്ക്, ഡീവിയേറ്റഡ് വേ എന്നൊക്കെ കാണും ഇല്ലേ? ഡീവിയേറ്റ് ചെയ്യുക, വേറെ റൂട്ട് എടുക്കുക. ഇത് മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ് ഇവിടെ. കുറെ കാലം കഴിഞ്ഞ് ഭംഗിയാകും. അത് കുറെ കാലം കഴിഞ്ഞ് ഭംഗിയാകാൻ വേണ്ടിയുള്ള അറ്റകുറ്റപ്പണിയുടെ കാലമാണ് കഷ്ടതകളുടെ കാലം. കുറെ കാലം കഴിഞ്ഞത് ഭംഗിയാകും, ആ റോഡ് ശരിയാകും, ആ വഴി ശരിയാകും. നമ്മുടെ ആളത്വത്തിന്മേലുള്ള അറ്റകുറ്റപ്പണിയാണ് കഷ്ടത. തേജസ്സിന്റെ നിത്യഖനമെന്ന കഷ്ടതകളുടെ കിരീടം. ആത്മീകമായി തടസ്സം നീക്കൽ പ്രക്രിയയാണ് കഷ്ടതകൾ. ഇറ്റ് ഈസ് സ്പിരിച്വൽ ആൻജിയോപ്ലാസ്റ്റി. ഹൃദയത്തിൽ ധമനികളുടെ തടസ്സം നീക്കലാണ് ആൻജിയോപ്ലാസ്റ്റി. കഷ്ടതകൾ ആത്മീകമായ തടസ്സം നീക്കൽ പ്രക്രിയയാണ്. കഷ്ടതയോടുള്ള സമീപനം സർഗാത്മകവുമാകാം, നിഷേധാത്മകവുമാകാം. തർശീശിലേക്കും നിനവയിലേക്കും രണ്ട് വഴിയുണ്ട്. കപ്പൽ വ്യത്യസ്തമാണെന്ന് പറഞ്ഞതുപോലെ കഷ്ടതകളിലേക്കുള്ള വഴി സർഗാത്മകവുമാകാം, നിഷേധാത്മകവുമാകാം. അത് സർഗാത്മകമാകുന്നത് ദൈവത്തിൻ്റെ പ്ലാനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണിതെന്ന്, എൻ്റെ ജീവിതത്തിന്മേലുള്ള അറ്റകുറ്റപ്പണിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് കഷ്ടതകൾ സർഗാത്മകമാകുന്നത്. കഷ്ടതകൾ നിഷേധാത്മകവുമാകാം. നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അമിതമായ പ്രാധാന്യം കൊടുത്ത് ദൈവത്തിൻ്റെ കരുതലിനെ നിഷേധിക്കുമ്പോൾ കഷ്ടതകൾ നിഷേധാത്മകമാകാം. 10ാമത്തെ കിരീടം ഞാൻ പറഞ്ഞത് തേജസ്സിന്റെ നിത്യഖനമെന്ന കഷ്ടതകളുടെ കിരീടം. 11ാമത്തെ കിരീടത്തെക്കുറിച്ച് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞെൻ്റെ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. ദ ക്രൗൺ ഓഫ് തോൺസ് ഫോർ ദ റിഡംഷൻ ഓഫ് മാൻകൈൻഡ്. കുരിശിന്മേലുള്ള വീണ്ടെടുപ്പിനെ കുറിക്കുന്ന മുൾക്കിരീടം. കുരിശിലൂടെയുള്ള വീണ്ടെടുപ്പിനെ കുറിക്കുന്ന മുൾക്കിരീടം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. വലം കയ്യിൽ ഒരു കോലും കൊടുത്തു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. നമുക്കും ചില മുൾക്കിരീടങ്ങൾ വഹിക്കേണ്ടതുണ്ട്. സന്തോഷത്തോടെ വഹിക്കുക. പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായി ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ വഹിക്കുക. കുരിശിലെ സഹനമാണ് നമ്മുടെ വേദനകൾക്കുത്തരം. ക്രിസ്തുവിന്റെ വേദനയിൽ പങ്കുചേരാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയാണ് നമ്മുടെ വേദനകൾ. അത് മനസ്സിലാക്കുക. ഇവിടെ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. 3 നോമ്പിന്റെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയിൽ നാം കണ്ടു, പ്രഭുക്കന്മാർ അവനെ കേട്ടു, അവരുടെ കിരീടങ്ങൾ വലിച്ചെറിഞ്ഞ് താഴെയിട്ടു, താഴ്മപ്പെട്ടു.
സ്വതന്ത്രന്മാർ കേട്ട് പരിഭ്രമിച്ചു. അവരുടെ ആഡംബര വസ്ത്രങ്ങൾക്ക് പകരം ചാക്കൊടുത്തു. നിങ്ങൾ ഞാനും ചില കിരീടങ്ങൾ ഉപേക്ഷിക്കണം. ദുഷ്ടതയുടെ കിരീടം, അശുദ്ധിയുടെ കിരീടം, ആഡംബരത്തിന്റെ കിരീടം, വൈകൃതങ്ങളുടെ കിരീടം. ചില കിരീടങ്ങൾ നാം വഹിക്കണം. വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന കിരീടങ്ങൾ, ദൈവകരങ്ങളുടെ ഭംഗിയുള്ള കിരീടം, ജ്ഞാനമാകുന്ന മഹത്വ കിരീടം, സാമർഥ്യമാകുന്ന കിരീടം, വിവേകത്തോടെ ഉപയോഗിക്കുന്ന ധനമാകുന്ന കിരീടം, നീതിമാർഗത്തിലെ ശോഭയുള്ള കിരീടം, നല്ല മക്കളാകുന്ന കിരീടം, വിശ്വസ്തർക്ക് ലഭിക്കുന്ന ജീവകിരീടം, സഭയുടെ സന്തോഷവും കിരീടവും, നിത്യജീവന്റെ വാടാത്ത കിരീടം, തേജസ്സിന്റെ നിത്യഘനമെന്ന കഷ്ടതകളുടെ കിരീടം, കുരിശിലൂടെയുള്ള വീണ്ടെടുപ്പിനെ കുറിക്കുന്ന മുൾക്കിരീടം, വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ആ മുൾക്കിരീടങ്ങൾ വഹിക്കുവാൻ, സഭയ്ക്ക് സന്തോഷവും കിരീടവുമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ വചനങ്ങൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.